അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അള്ളാഹു നമ്മുടെ ഇരുത്തം നാളെ മരണപ്പെട്ട അവൻ്റെ മുന്നിലെത്തുമ്പോൾ നമുക്ക് അനുകൂലമായ വിധി പറയുന്ന നിമിഷങ്ങളിൽ എഴുതി ചേർക്കുമാറാകട്ടെ. ആമീൻ. നമ്മൾ സൂറ ഹദീദ് 7 ആയത്തുകളാണ് ഇതുവരെ പഠിച്ചത്. ഈ ആയത്തുകളുടെ ഒരു വിഷയം തുടക്കത്തിൽ നമ്മൾ അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവാണ് പഠിച്ചത്. അപ്പോൾ ഇതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ്, ഈ ആയത്തുകൾ ഇറങ്ങാനുള്ളൊരു കോണ്ടെക്സ്റ്റ് നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞ പോലെ മദീനയിൽ വിശ്വാസികളിൽ നിന്ന് തന്നെ ഒരു പരിധിയിൽ വലിയ കമ്മിറ്റ്മെൻറ്റ് ത്യാഗങ്ങൾ ആവശ്യമുള്ള ഘട്ടത്തിൽ കുറച്ച് പേരെങ്കിലും മാറി നിൽക്കുമ്പം അവരെ പ്രചോദിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള അള്ളാഹുവിൻ്റെ പാഠങ്ങളാണ് അല്ലെങ്കിൽ നിർദ്ദേശങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അതിൽ അള്ളാഹു ആദ്യം തന്നെ പറയുന്നത് അള്ളാഹിനെ കുറിച്ച് തന്നെയാണ്. അള്ളാഹിൻ്റെ വലുപ്പം, അള്ളാഹുവിനെ എന്തുകൊണ്ട് നമ്മൾ അനുസരിക്കണം, അല്ലെങ്കിൽ അള്ളാഹിൻ്റെ മാർഗത്തിൽ എന്തുകൊണ്ട് ത്യാഗം ചെയ്യണം, അള്ളാഹിനെ കുറിച്ചുള്ള അറിവാണ്. അതിനുശേഷം കഴിഞ്ഞ ക്ലാസ്സിൽ 7-ാമത്തെ ആയത്തിൽ നമ്മൾ പഠിച്ചത് ഈമാനിനെ കുറിച്ചാണ്, ഈമാനും അമലു സാലിഹാത്തും. അപ്പോൾ ആദ്യത്തെ 6 ആയത്തുകളിൽ അറിവിനെ, അള്ളാഹിനെ കുറിച്ചുള്ള അറിവാണ് നമ്മൾ പഠിച്ചത്. അതിനുശേഷം അറിവിന് ശേഷം ആ അറിവിനെ അനുസരിച്ചുകൊണ്ടുള്ള വിശ്വാസം, അമലു സാലിഹാത്ത്. അപ്പോൾ ഇസ്ലാമിൻ്റെ ഒരു ബേസിക് അടിസ്ഥാനമാണ് അതിലൂടെ നമ്മൾ പഠിച്ചത്. അടുത്ത 2 ആയത്തുകളാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ക്ലാസ്സിൽ എടുക്കാൻ പോകുന്നത്. ഈ ആയത്തുകൾ നമ്മൾ പഠിക്കുമ്പം ഈ ആയത്തുകളുടെ വിഷയവും ഈമാൻ തന്നെയാണ്. അതേസമയം അള്ളാഹു വേറൊരു വ്യത്യസ്തമായ ശൈലിയിൽ അതിനെ സ്ട്രെസ് ചെയ്യാണ്. ഇപ്പോൾ ഖുർആൻ എങ്ങനെയാണ് ഓരോ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നു എന്ന് പഠിക്കാൻ ഏറ്റവും നല്ല ഉദാഹരണമാണ് അടുത്ത 2 ആയത്തുകൾ. ഇൻഷാ അല്ലാഹ് നമുക്ക് ആയത്തിലേക്ക് പോവാം. 8-ാമത്തെ ആയത്ത്, വമാലക്കും ലാ തുഅ്മിനൂന ബില്ലാ. വമാലക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ്, അല്ലെങ്കിൽ എന്തുകൊണ്ട്, നിങ്ങൾക്ക് എന്ത് ന്യായമാണുള്ളത്. ലാ തുഅ്മിനൂന ബില്ലാ, അള്ളാഹുവിൽ വിശ്വസിക്കാതിരിക്കാൻ നിങ്ങൾക്ക് എന്ത് ന്യായമാണ് ഉള്ളത്. വർ റസൂലു യദ്ഉക്കും ലിതുഅ്മിനൂ ബിറബ്ബിക്കും. റസൂലാണെങ്കിൽ, പ്രവാചകനാണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങളെ നിങ്ങളുടെ റബ്ബിലെ വിശ്വസിക്കാൻ ക്ഷണിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഉപയോഗിച്ചത് എന്താണ്, അള്ളാഹു ആണ്. വമാലക്കും ലാ തുഅ്മിനൂന ബില്ലയാണ്, ആരാണ്, അള്ളാഹുവിൽ നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് വിശ്വസിക്കാതിരിക്കാൻ ന്യായം. അതിനുശേഷം പറയുന്നത് റബ്ബാണ്. വർ റസൂലു യദ്ഉക്കും ലിതുഅ്മിനൂ ബിറബ്ബിക്കും. റസൂലാണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങളെ നിങ്ങളുടെ റബ്ബിലെ വിശ്വസിക്കാൻ വേണ്ടി ക്ഷണിക്കുകയും ചെയ്യുന്നുണ്ട്. വഖദ് അഖദ മീസാഖക്കും, അവനാണെങ്കിൽ നിങ്ങളിൽ നിന്നും മീസാക്ക് എന്ന് പറഞ്ഞാൽ വസക്ക് എന്ന് പറഞ്ഞാൽ ഒരു കയറ് വെച്ചിട്ട് ഉറച്ച് കെട്ടുന്നതിനെ കുറിച്ചാണ് വസക്ക് എന്ന് പറയുക. മീസാക്ക് അതുകൊണ്ട് തന്നെ ഉറപ്പാണ്, ഉറപ്പ്, കരാറ് എന്നൊക്കെ ഉപയോഗിക്കുന്നതാണ്. നിങ്ങളിൽ നിന്നും അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട്, മീസാക്ക് വാങ്ങിയിട്ടുമുണ്ട്. മീസാക്ക് നമ്മളിൽ നിന്നും, വിശ്വാസികളിൽ നിന്നും അള്ളാഹു എന്ത് ചെയ്യുന്നുണ്ട്, ഒരു മീസാക്ക് ഉറപ്പ് വാങ്ങിയിട്ടുമുണ്ട്. ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ. ഇപ്പം വമാലക്കും ലാ തുഅ്മിനൂന ബില്ലാ, നിങ്ങൾ എന്തുകൊണ്ട് വിശ്വസിക്കുന്നില്ല, ആരോടാ പറയുന്നത്, ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ വിശ്വാസികളായിരിക്കെ എന്നാണ് പറയുന്നത്. നിങ്ങൾ വിശ്വാസികളായിരിക്കെ എന്തുകൊണ്ട് വിശ്വസിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് അതിലേക്ക് വരാം. 9-ാമത്തെ ആയത്തിൽ അതിനെ അള്ളാഹു ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാണ്, എന്തുകൊണ്ട് നമ്മൾ വിശ്വസിക്കണം എന്നുള്ളത്. ഹുവല്ലദി, അവനാകുന്നു, യുനസ്സിലു അലാ അബ്ദിഹി ആയാത്തിൻ ബയ്യിനാത്ത്. യുനസ്സല എന്ന് പറഞ്ഞാൽ ഇറക്കി, അലാ അബ്ദിഹി, അവൻ്റെ ദാസന്റെ മുകളിൽ മേൽ, ആയാത്തിൻ ബയ്യിനാത്ത്. ബയ്യിനാത്ത് എന്ന് പറഞ്ഞാൽ വ്യക്തമായ, വളരെ ക്ലിയർ ആയിട്ടുള്ള, ആയാത്തിൻ ബയ്യിനാത്ത്, വളരെ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളും ആയാത്തുകളും അവൻ ഇറക്കി. എന്തിനു വേണ്ടിയിട്ടാണ്, ലി യുഖ്രിജക്കും, നിങ്ങളെ ഒന്നിൽ നിന്നും പുറപ്പെടുവിക്കാൻ, മിനൽ ലുലുമാത്തി ഇലന്നൂർ. ലുലുമാത്ത് എന്ന് പറഞ്ഞാൽ ഇരുട്ടാണ്, വെളിച്ചത്തിൻ്റെ ഓപ്പോസിറ്റാണ്. നിങ്ങളെ ഇരുട്ടുകളിൽ നിന്നും വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ. വ ഇന്നല്ലാഹ ബിക്കും ലറഊഫുർ റഹീം, അള്ളാഹു ആരാണ്, റഊഫും റഹീമുമാണ്. ഇതിൽ റഹീം എന്നുള്ള അള്ളാഹിൻ്റെ നാമം നമ്മൾ ധാരാളമായിട്ട് പഠിച്ച നാമമാണ്. നമ്മൾ അധികം ചർച്ച ചെയ്യാത്തൊരു പേരായിരിക്കും റഊഫ് എന്നുള്ളത്. പക്ഷെ നമ്മൾ
പിന്നെ നമുക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെടുന്ന ഒരു പേരാകാൻ സാധ്യത ഉള്ളൊരു പേര് റൌഫാണ്. റൌഫ് എന്ന് പറഞ്ഞാൽ റഫത്ത് എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് വരികയാണ്. റഫത്ത് എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്നെസ് ആണ്, ആർദ്രത എന്ന് നമ്മൾ മലയാളത്തിൽ പറയില്ലേ. എന്ന് വെച്ചാൽ എന്തിനേയും വളരെ കാരുണ്യത്തോടു കൂടി ഭയങ്കര മയത്തിൽ നോക്കിക്കാണുന്ന സ്വഭാവമാണ് റഫത്ത് എന്ന് പറയുന്നത്. അള്ളാഹു റഊഫാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരെയാണോ അള്ളാഹ് കൈകാര്യം ചെയ്യുന്നത് അവർക്ക് നന്മ വരുത്താനുള്ള അള്ളാഹിൻ്റെ സവിശേഷതയാണ് റഫത്ത് എന്ന് പറയുന്നത്. അതേപോലെ ആരെയാണോ അള്ളാഹു കൈകാര്യം ചെയ്യുന്നത് അവനിൽ നിന്നും ദ്രോഹം മാറ്റാനുള്ള അള്ളാഹിൻ്റെ ക്യാരക്ടറാണ് റഫത്ത്. അതാണ് അള്ളാഹു റഊഫ് എന്ന് പറയുന്നത്. നമ്മൾ ആയത്തിൻ്റെ വിശദീകരണത്തിലേക്ക് പോയാൽ, കഴിഞ്ഞ ആയത്തിൽ നമ്മൾ എന്താ പഠിച്ചത്? വിശ്വസിക്കാനും പ്രവർത്തിക്കാനുമുള്ള അള്ളാഹിൻ്റെ നേരിട്ടുള്ള നിർദ്ദേശമാണ്. എന്തായിരുന്നു അതിൻ്റെ ശൈലി? ഫആമിനു, നിങ്ങൾ എന്ത് ചെയ്യുക? വിശ്വസിക്കുക. നേരിട്ടൊരു കാര്യം പറയാണ്, നിർദ്ദേശിക്കുകയാണ്. ഇന്നത്തെ ആയത്ത് അതേ വിഷയത്തിൽ രണ്ട് വിഷയമാണ് പറഞ്ഞത്. ഒന്ന് വിശ്വസിക്കാനാണ്, രണ്ട് ചെലവഴിക്കാനാണ്. അൻഫക്ക അടുത്ത ആയത്തിൽ പറയും. ഈ ആയത്തിൻ്റെയും വിഷയം ഈമാനാണ്. പക്ഷെ ആ ആയത്ത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അള്ളാഹു വേറെ ശൈലിയിലാണ് ആ വിഷയം പറയുന്നത് എന്നുള്ളതാണ്. ഖുർആൻ്റെ ഒരു ശൈലി, പിന്നെ ഖുർആൻ നമ്മൾ പഠിക്കുമ്പം നമ്മൾ ഒരു പഠിതാക്കൾ എന്ന അർത്ഥത്തിൽ നമുക്ക് ആദ്യം മനസ്സിലാകേണ്ട ഒരു പോയിന്റ് ഖുർആൻ്റെ ശൈലിയാണ്, ഖുർആൻ്റെ ഭാഷയാണ്. നമ്മൾ കുറേ പ്രാവശ്യം ക്ലാസ്സിൽ പറഞ്ഞതാണ്, ഖുർആൻ ഒരു സാധാ ഗ്രന്ഥത്തിൻ്റെ ശൈലിയിലല്ല അവതരിപ്പിക്കുന്നത്. ഖുർആൻ്റെ ശൈലിയിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഒരു കാര്യം എങ്ങനെയൊക്കെ അള്ളാഹു അവതരിപ്പിക്കുന്നു എന്നുള്ളത്. അതിലൊരു ശൈലിയാണ് വസ്തുതകൾ നേർക്ക് നേരെ പറയാന്നുള്ളത്. എന്ന് വെച്ചാൽ നിങ്ങൾ വിശ്വസിക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഒരാൾക്ക് സഹായിക്കുക എന്ന് നേർക്ക് നേരെ പറയാം. രണ്ട്, അതേ വസ്തുതകളെ തന്നെ പല ആംഗിളിൽ നിന്നും അള്ളാഹു പറയും. എന്ന് വെച്ചാൽ പല ആൾക്കും പല തലങ്ങളിൽ തട്ടാൻ വേണ്ടിയിട്ട് പല ആംഗിളിൽ നിന്നും പറയും. അതിൻ്റെ ഒരു ഉദാഹരണം, പിന്നെ ഇൻഫാക്ക് എന്നുള്ള വിഷയം നിങ്ങൾ ഖുർആനിലെടുത്താൽ, ഇൻഫാക്ക് എന്ന് പറഞ്ഞാൽ ചെലവഴിക്കുക, പാവങ്ങൾക്ക് ചെലവഴിക്കുക. 3 ഉദാഹരണങ്ങൾ ഞാൻ പറയാം. ഒന്ന് സൂറ ബക്കറയിലാണ്, നമുക്കറിയാവുന്ന ആയത്താണ്, തുടക്കത്തിലായത്താണ്. വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. എന്താ പറയുന്നത്? നിങ്ങൾക്ക് തന്ന റിസ്ക് എന്ത് ചെയ്യുന്നു, അവരെന്ത് ചെയ്യുന്നു? റിസ്ക് ചെലവഴിക്കുന്നു. അപ്പോൾ ഇതൊരു ശൈലിയാണ്. ഈ സൂറത്തിൽ എന്താ അള്ളാഹ് പറയുന്നത്? അൻഫിഖൂ മിമ്മാ ജഅലകും മുസ്തഖ്ലഫീന ഫീ. അതേ വിഷയമാണ് പറയുന്നത്. എന്താണ്? നിങ്ങൾ ചെലവഴിക്കണം എന്നാണ് പറയുന്നത്. പക്ഷെ എങ്ങനെയാണ് പറയുന്നത്? നിങ്ങൾ ചെലവഴിക്കുക, ഞാൻ നിങ്ങളെ താൽക്കാലികമായി ഏൽപ്പിച്ച ആ സമ്പത്ത് ചെലവ്. അപ്പം ഫോക്കസ് വേറൊരു സാധനത്തിനാണ്, അള്ളാഹ് തന്നതാണ് എന്നതാണ് ഫോക്കസ്. ഇനി സൂറത്ത് തഗാബുനിൽ അള്ളാഹ് പറയുന്നത് അൻഫിഖു ഖൈറല്ലി അൻഫുസിക്കും. നിങ്ങൾ എന്ത് ചെയ്യുക? ചെലവഴിക്കുക, അത് നിങ്ങൾക്ക് എന്താണ്? വളരെ ഹൈറാണ്. അപ്പം മൂന്ന് ആംഗിളിൽ നിന്നുകൊണ്ട് ഒരു വിഷയം പറയാണ്. ഈ മൂന്നും ഒരാൾ വായിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് 3 തരം മെസ്സേജുകളാണ് കിട്ടുക. ഒന്നാമത്തേത് വായിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ചെലവഴിക്കണം എന്നേ കിട്ടുള്ളൂ. രണ്ടാമത് വായിച്ചു കഴിഞ്ഞാൽ അള്ളാഹ് തന്നതാണ് എന്നൊരു മെസ്സേജ് കിട്ടും. മൂന്നാമത് വായിക്കുമ്പം ഈ ചെലവഴിക്കുന്നത് തന്നെ എനിക്ക് ഗുണമാണ്. മൂന്ന് തലങ്ങളിലാണ്. ഇത് ഖുർആൻ്റെ ഒരു ശൈലിയാണ്. ഞാനിത് പറയാൻ കാരണം ഇന്നത്തെ ആയത്തിൻ്റെ വിശദീകരണം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. മൂന്നാമത് ഖുർആൻ്റെ ഒരു ശൈലി വൈകാരികമായി പറയാന്നുള്ളതാണ്. ഇത് നമുക്ക് പലപ്പോഴും മിസ്സിങ് ആയിട്ടുള്ള ഒരു സാധനമാണ്. മതപ്രഭാഷണം നടത്തുമ്പം, മതത്തിൻ്റെ കാര്യങ്ങൾ ഡീൽ ചെയ്യുമ്പം നമ്മൾ പലപ്പോഴും വസ്തുതകൾ പറയുക ചെയ്യുക. സ്വർഗ്ഗമുണ്ട്, നരകമുണ്ട്. ഖുർആൻ അങ്ങനെയല്ല ചെയ്യുന്നത്. സ്വർഗ്ഗം ഉണ്ട് എന്ന് പറയാൻ മാത്രമല്ല, നമ്മളെ കരയിപ്പിക്കുന്ന രീതിയിൽ സ്വർഗ്ഗമുണ്ട് എന്ന് പറയും. നമ്മളെ ചിരിപ്പിക്കുന്ന രീതിയിൽ വൈകാരികമായിട്ട് അള്ളാഹു സംസാരിക്കും. അപ്പോൾ നമ്മുടെ ഒരു പ്രശ്നം ഈ ശൈലി മനസ്സിലായിട്ടില്ലെങ്കിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ എന്താ സംഭവിക്കുക? ഈ ശൈലി മനസ്സിലായിട്ടില്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. കഴിഞ്ഞ ആയത്തും ഈ ആയത്തും നിങ്ങൾ ഒരേ ടോണിൽ ഓതി കഴിഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാവില്ല. കഴിഞ്ഞ ആയത്തിൽ നിങ്ങൾ ഈ വിശ്വസിക്കൂ എന്ന് പറയുന്നത് ഒരു ടോണിലാണ് മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ വമാലക്കും ലാ തുഅ്മിനൂന, നിങ്ങൾ എന്തുകൊണ്ട് വിശ്വസിക്കുന്നില്ല എന്നുള്ളത് വേറൊരു ടോണാണ്. അത് നമ്മുടെ മനസ്സിനെ തട്ടുന്ന രീതിയിൽ വായിച്ചിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യൂല, നമുക്ക് മനസ്സിലാവും. നമുക്ക് ആയത്തിലേക്ക് വന്നാൽ ആദ്യത്തെ വിഷയം ഈ വമാലക്കും എന്നുള്ള ചോദ്യമാണ്. വമാലക്കും എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾക്ക് എന്ത് പറ്റി എന്നാണ് ചോദിക്കുന്നത് അള്ളാഹു. നിങ്ങൾക്ക് എന്ത് പറ്റി, എന്തുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കാത്തത് എന്ന് വളരെ ഡയറക്റ്റ് ആയിട്ട് വിശ്വാസികളോട് ചോദിക്കുകയാണ്. മനസ്സിൽ തട്ടുന്ന സുന്ദരമായ ശൈലിയാണ്. ഈ ശൈലിയുടെ ഒരു പ്രത്യേകത ചോദ്യമാണ് എന്നുള്ളതാണ്. ഖുർആൻ ഉപയോഗിക്കുന്ന ഏറ്റവും ശൈലികളിൽ പിന്നെ എന്താണ് കുറേ അധികം യൂസ് ചെയ്യുന്ന ഒരു ശൈലിയാണ് ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളത്. ചോദ്യം ചോദിച്ചിട്ട് അങ്ങനെ വിടും അള്ളാഹു. ചോദ്യം ചോദിച്ചാൽ എന്താ സംഭവിക്കുക? ചോദ്യം ചോദിച്ചാൽ നമുക്ക് ഉത്തരം കണ്ടെത്തേണ്ടി വരും. ഉത്തരം പറഞ്ഞു തന്നാൽ അധികം ചിന്ത ആവശ്യം വരും. പക്ഷെ ചോദ്യം ചോദിച്ചാൽ പ്രശ്നമാണ്. നമ്മൾ ഒരു മുസ്ലിമായിട്ട്
നമ്മളിതെല്ലാം ചെയ്യേണ്ടവരായിട്ട്, നിസ്കരിക്കേണ്ടവരായിട്ട്, അള്ളാഹിൻ്റെ വേണ്ടി ചെലവഴിക്കേണ്ടവരായിട്ട് നമ്മൾ എന്തുകൊണ്ട് ചെലവഴിക്കുന്നില്ല? ഇതൊരു ചോദ്യമാണ്, വളരെ സിമ്പിൾ ചോദ്യമല്ല. ആ ചോദ്യം നമ്മൾ തന്നെ നമ്മളോട് ആലോചിച്ച് കഴിഞ്ഞാൽ കുറേ തിസീസും തിയറീസ് ഒന്നും ആവശ്യമില്ല, നമുക്ക് തന്നെ എന്ത് ചെയ്യും, അതിൻ്റെ ഉത്തരം കണ്ടെത്താൻ പറ്റും. ആ ഒരു ശൈലിയാണ് അള്ളാഹു ഉപയോഗിക്കുന്നത്. വമാലക്കും, നിങ്ങൾ എന്തുകൊണ്ട് വിശ്വസിക്കുന്നില്ല. ഇംഗ്ലീഷിൽ റിട്ടറിക് എന്ന് പറഞ്ഞിട്ട് ഒരു കൺസെപ്റ്റ് ഉണ്ട്. റിട്ടറിക് എന്ന് പറഞ്ഞാൽ ആർട്ട് ഓഫ് എഫക്റ്റീവ് ഓർ പെർസുവേസീവ് സ്പീക്കിംഗ് ഓർ റൈറ്റിംഗ് ആണ്. എന്ന് വെച്ചാൽ ഒരു കാര്യം കേൾക്കുന്ന ആളെ മനസ്സിൽ തട്ടുന്ന രീതിയിൽ ഭാഷ ഉപയോഗിച്ചുകൊണ്ട് സംസാരിക്കുന്നതിനെയാണ് റിട്ടറിക് എന്ന് പറയുക. റിട്ടറിക്കിന് പല ഉദാഹരണങ്ങളുണ്ട്. ഇപ്പോൾ ഒരാൾ സംസാരിച്ചുകൊണ്ടിരിക്കെ തന്നെ ഭയങ്കര ഒരു പ്രത്യേക ഭാവത്തിൽ സംസാരിക്കുന്നതൊക്കെ റിട്ടറിക്കിൻ്റെ ഭാഗമാണ്. എന്താണ്, ഒരു കാര്യമാണ് പറയുന്നത് ആൾക്കാരെ സ്വാധീനിക്കുന്ന രീതിയിൽ. അപ്പോൾ ഇത് തരുന്ന വേറൊരു മെസ്സേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഈ ആയത്ത് തന്നെ നിങ്ങൾ എടുത്തു പോയി കഴിഞ്ഞാൽ വമാലക്കും ലാ തുഅ്മിനൂന ബില്ലാ, നിങ്ങൾ എന്തുകൊണ്ട് അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ല എന്ന അള്ളാഹിൻ്റെ ചോദ്യമാകുന്ന ഈ ആയത്ത് ഒരു പണ്ഡിതൻ, ഒരു തേർഡ് പേഴ്സണും നമുക്ക് പറഞ്ഞുതരാൻ കഴിയില്ല. ഖുർആൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ തന്നെ വായിക്കണം എന്നുള്ളതാണ്. ഒരു പണ്ഡിതൻ എങ്ങനെയാണ് ഇത് വായിച്ചു തരാൻ കഴിയുക? നമ്മളിത് വായിക്കണം, ഈ ചോദ്യം നമ്മളെ ഉള്ളിലേക്ക് തട്ടണം എന്നുള്ളതാണ്. ഈ ചോദ്യം ചോദിക്കുന്നതിന് രണ്ട് ലക്ഷ്യമുണ്ട്. ഒന്ന് സ്വയം വിലയിരുത്താനാണ്. നമ്മൾ തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഞാൻ സുബഹി ജമാഅത്തിന് പോകുന്നില്ല എന്ന് ചോദിച്ചിട്ട് വെറുതെ കുറച്ചു നേരം നിന്നാൽ മതി. അപ്പം നമ്മളെ ഉള്ളിൽ തന്നെ ഒരു സാധനം ഇങ്ങനെ വരും. നമ്മളെ തന്നെ നമുക്ക് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. രണ്ടാമത്, ഒരു പ്രോബ്ലത്തിൻ്റെ റൂട്ട് കോസ് അന്വേഷിക്കാനാണ്. ഈ പ്രോബ്ലം സോൾവിങ് നിങ്ങൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ അതിലൊരു ടെക്നിക്കാണ് 5Y എന്ന് പറഞ്ഞിട്ട്. 5Y ടെക്നിക്കിൻ്റെ എന്ന് വെച്ചാൽ ഒരു സാധനത്തിൻ്റെ ഉള്ളിലേക്ക് പോവുക, കുറേ വൈ ചോദിക്കുക. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്, നമ്മൾ എന്തുകൊണ്ട് ലേറ്റായിട്ട് ഓഫീസിൽ പോകുന്നു എന്നുള്ളതാണ് പ്രശ്നമെങ്കിൽ ആദ്യം ചിന്തിക്കുമ്പോൾ നമുക്കൊരു ഉത്തരം കിട്ടും. എന്തുകൊണ്ടാണ് നമ്മൾ എണീക്കാൻ എണീറ്റാണ്. ഇതല്ല അതിൻ്റെ കാരണം. എന്തുകൊണ്ടാണ് നമ്മൾ എണീക്കാൻ ലേറ്റ് ആയത് എന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ കിടക്കാൻ ലേറ്റായി എന്ന് കാണും. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ എൻഡിൽ ഒരു റൂട്ടുണ്ട്. ആ റൂട്ട് മനസ്സിലാക്കിയാലേ ആ പ്രോബ്ലത്തിനെ നമുക്ക് ശരിക്കും ചികിത്സിക്കാൻ കഴിയുള്ളൂ. നമ്മുടെ പ്രശ്നം നമ്മൾ ആദ്യത്തെ വഴിയിൽ നിന്നിട്ട് എന്ത് ചെയ്യും, അതിനെ ചികിത്സിക്കാൻ നിൽക്കും. വമാലക്കും എന്ന് അള്ളാഹ് ചോദിക്കുന്ന ആ ചോദ്യം നമ്മൾ ചോദിക്കേണ്ടെന്ന് പോലെ ചോദിച്ചാൽ, എന്തുകൊണ്ട് എനിക്ക് സ്വർഗത്തിന് അവകാശിയാകാൻ മാത്രം സഹാബത്തിനെ പോലെ ഇസ്ലാമിന് വേണ്ടി മൊത്തം കൊടുക്കാൻ കഴിയുന്നില്ല എന്ന ചോദ്യത്തിന് നമ്മൾ ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, അതിൻ്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലൊരു ഉത്തരമുണ്ട്. ആ പ്രശ്നം നമുക്ക് മനസ്സിലായാലേ അതിൻ്റെ സൊല്യൂഷൻ നമുക്ക് കിട്ടുകയുള്ളൂ. പലപ്പോഴും പറയാറുണ്ട്, ഒരു പ്രശ്നത്തെ മനസ്സിലാക്കിയാൽ തന്നെ അത് ആ പ്രശ്നത്തിൻ്റെ 50% സൊല്യൂഷനാണ് എന്ന് മനസ്സിലാക്കും. പലപ്പോഴും പ്രശ്നം മനസ്സിലാക്കാണ്ട് ചികിത്സിക്കുന്നതുകൊണ്ടാണിത്. അപ്പം ഖുർആൻ ചോദ്യങ്ങൾ ചോദിക്കുന്നതിൻ്റെ കാരണം നമ്മളെക്കുറിച്ച് തന്നെ ആലോചിക്കാൻ വേണ്ടിയിട്ടാണ്. ഖുർആനിൽ ഇതേ ശൈലിയിൽ കുറേ ചോദ്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. സൂറ ബഖറയിൽ അലം തഅലം അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ അള്ളാഹ് ചോദിക്കുകയാണ്. എന്താ അള്ളാഹ് ചോദിക്കുന്നത്? നിങ്ങൾക്ക് ശരിക്കും അറിയില്ലേ അള്ളാഹ്ക്ക് എല്ലാം കഴിയും എന്നുള്ളത്? അപ്പൊ അള്ളാഹ്ക്ക് എല്ലാം കഴിയുമെന്ന് പഠിപ്പിക്കുന്നുണ്ട് ഖുർആൻ വേറെ സ്ഥലത്ത്. പിന്നെ അള്ളാഹ് ചോദിക്കാണ് പെട്ടെന്ന്, ശരിക്കും നിങ്ങൾക്ക് അറിയില്ലേ അള്ളാഹ്ക്ക് എല്ലാം കഴിയും? ശരിയാണല്ലോ, അള്ളാഹ്ക്ക് എല്ലാം കഴിയുമെന്ന് നമുക്ക് അറിയാലോ, പിന്നെ എന്തിനാണ് ഞാൻ ഡൗട്ട് ചെയ്യുന്നത്? ഞാൻ എന്തിനാണ് ഒരു മരണം നടക്കുമ്പം ആകെ കൂടെ ബേജാറാകുന്നത്? എന്തിനാണ് ഞാൻ ജോലി പോകുമ്പം അള്ളാഹ്ക്ക് എല്ലാം കഴിയൂലേ എന്ന് നമ്മൾ ആലോചിക്കുക. സൂറ ബഖറയിൽ തന്നെ അലം തഅലം അന്നല്ലാഹ ലഹു മുൽക്കു സമാവാതി വൽ അർദ്, നിങ്ങൾക്ക് അറിയില്ലേ അള്ളാഹിൻ്റെതാണ് ഈ സമാവാത്തിൻ്റെയൊക്കെ ഉടമസ്ഥത എന്ന് അള്ളാഹു ചോദിക്കുന്നുണ്ട്. സൂറ കലമിൽ അള്ളാഹിൻ്റെ ഒരു ചോദ്യമുണ്ട്, മാലക്കും കൈഫ തഹ്കുമൂൻ എന്നാണ്. നിങ്ങൾക്ക് എന്താ പറ്റിയത്? നിങ്ങൾ എങ്ങനെയാണ് ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്? മാലക്കും കൈഫ തഹ്കുമൂൻ, നിങ്ങൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത്? നിങ്ങൾ ചിന്തക്ക് എന്താ പറ്റിയത്? സൂറ നൂഹിൽ മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ, ഭയങ്കര ചോദ്യമാണ്. നിങ്ങൾക്ക് എന്ത് പറ്റി? അള്ളാഹുവിന് ഒരു ഗാംഭീര്യവും നിങ്ങൾ പ്രതീക്ഷിക്കുന്നില്ലേ എന്നാണ്. നിങ്ങൾക്ക് എന്താ പറ്റിയ? വിശ്വാസികളോട്ടെ എല്ലാ ചോദ്യവും വിശ്വാസികളോട്, നിങ്ങൾക്ക് എന്താ പറ്റിയത്? അള്ളാഹ്ക്കൊരു ഗാംഭീര്യം നിങ്ങൾ പ്രതീക്ഷിക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ ഒരു ചോദ്യം സൂറ ബഖറയിൽ ഞാൻ നിരന്തരം ഈ ഖുർആൻ പഠിക്കുമ്പം എൻ്റെ മനസ്സിൽ ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്ത് നിൽക്കുന്ന ഒരു ചോദ്യമാണ്, കൈഫ തക്ഫുറൂന ബില്ലാ എന്ന് അള്ളാഹ് ചോദിക്കുന്നുണ്ട്. കൈഫയാണ്, എങ്ങനെയാണ് നിങ്ങൾക്ക് അള്ളാഹിനെ നിഷേധിക്കാൻ കഴിയുക എന്നാണ് ചോദിക്കുന്നത്. കൈഫ തക്ഫുറൂന ബില്ലാ, എങ്ങനെയാണ് നിങ്ങൾക്ക് അള്ളാഹിനെ നിഷേധിക്കാൻ കഴിയുക? അപ്പോൾ ഇതാണ് ഒന്നാമത്തെ വിഷയം. ഇതിനെക്കുറിച്ച് ഇനി നിങ്ങൾ ആലോചിക്കാൻ, നിങ്ങളൊരു ചിന്തയ്ക്ക് ഞാൻ വിട്ടുവരാണ്. ആ ചോദ്യമാണ് വമാലക്കും ലാ തുഅ്മിനൂന ബില്ലാ. അപ്പോൾ ഖുർആന്റെ ശൈലി ഇവിടെ
ചോദ്യങ്ങൾ ചോദിച്ചു വെക്കുക എന്നുള്ളതാണ്. നമ്മൾ ഓരോരുത്തരും വായിക്കേണ്ടതാണ്. ഇനി ആയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അള്ളാഹ് ചോദിക്കുന്ന ഈ ഒരു ശൈലി നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. വമാലക്കും ലാ തുഅ്മിനൂന ബില്ലാ, നിങ്ങൾ എന്തുകൊണ്ട് അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ല? വറസൂലു യദ്ഉക്കും ലിതുഅ്മിനൂ ബിറബ്ബിക്കും എന്നാണ്. നിങ്ങളുടെ രക്ഷിതാവിലേക്ക് റസൂൽ വിളിച്ചുകൊണ്ടിരിക്കെ എന്നാണ്. വളരെ സൂക്ഷ്മമായ പ്രയോഗമാണ്. അള്ളാഹു എന്ന് പറയുന്നത് ഇലാഹാണ്. ഇലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ എല്ലാ പേരുകളും ഉൾക്കൊള്ളുന്ന പേരാണ് ഇലാഹ്. അൽ ഇലാഹാണ് അള്ളാഹു. നമ്മൾ ആരാധിക്കുന്ന എല്ലാ സിഫത്തും ഉൾക്കൊള്ളുന്ന പേരാണ്. റബ്ബ് എന്ന് പറഞ്ഞാൽ ആരാണ്? റബ്ബ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വളർത്തുന്ന അള്ളാഹിന്റെ സവിശേഷതയാണ്. നമുക്ക് വേണ്ട സമയത്ത് വേണ്ട തരുന്ന രക്ഷിതാവിൻ ആണ് റബ്ബ്. അപ്പം റബ്ബ് ഇവിടെ ഉപയോഗിക്കുമ്പം കുറെ കൂടെ ആഴത്തിൽ അത് നമ്മുടെ മനസ്സിൽ തട്ടുകയാണ്. നമുക്ക് ഹിദായത്ത് തരുന്ന, നമുക്ക് സമ്പത്ത് തരുന്ന, സമാധാനം തരുന്ന, നമുക്ക് കണ്ണുകൾ തന്ന, മക്കൾക്ക് ആരോഗ്യം തന്ന ആ റബ്ബിനെ നമുക്ക് എങ്ങനെ വിശ്വസിക്കാതിരിക്കാൻ കഴിയും എന്നാണ് അള്ളാഹ് ചോദിക്കുന്നത്. അള്ളാഹുവിൽ നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാതിരിക്കാൻ കഴിയും? ആ റബ്ബിലേക്ക്, നിങ്ങളുടെ രക്ഷിതാവിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും എന്നുള്ളത് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഞാൻ ഈ ഇത് പറയുമ്പം ഖുർആനെക്കുറിച്ചും ഖുർആന്റെ ഭാഷയെക്കുറിച്ചാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. എന്നാലാണ് കുറെ കൂടെ ഖുർആൻ നമ്മൾ ഒറ്റയ്ക്ക് വായിക്കുമ്പം അത് മനസ്സിലാവുകയുള്ളൂ എന്നുള്ളതാണ്. ഇതില് പിന്നെ ഇനി ആയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അള്ളാഹ് പിന്നെ പറയുന്ന ഒരു ലോജിക്ക് മീസാക്കാണ്. മീസാക്ക്. അപ്പൊ ഈ മൊത്തം ആയത്തുകളുടെ ഒരു പരിസരം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അള്ളാഹുവിൽ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹ് നമ്മളെ പ്രചോദിപ്പിക്കുകയാണ്. അതിന് അള്ളാഹ് ഉപയോഗിക്കുന്ന ടൂൾസ് നമ്മളെ തന്നെ നമ്മളുമായി ബന്ധപ്പെടുത്തുകയാണ്. നമുക്ക് ഉപകാരപ്പെടുന്ന നമ്മുടെ കരാർ, നമ്മുടെ റബ്ബ്, നമ്മളെ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക്, നമ്മളൊരു ആംഗിളിൽ നിന്നും നമുക്ക് ഗുണം ചെയ്യുന്ന ഒരു റബ്ബിലേക്ക് അള്ളാഹ് എന്ത് ചെയ്യാണ്? ആ ഒരു ആംഗിളിൽ നിന്നുകൊണ്ടാണ് ഈ വർത്താനം പറയുന്നത്. അള്ളാഹ് ചോദിക്കുന്നത് എന്താണ്? നിങ്ങൾ വഖദ് അഖദ മീസാക്കക്കും, നിങ്ങൾക്ക് എങ്ങനെയാണ് അള്ളാഹുവിനെ വിശ്വസിക്കാതിരിക്കാൻ കഴിയുക? നിങ്ങൾ അവനുമായി കരാർ ചെയ്തിട്ടില്ലേ? നിങ്ങൾ അവനുമായി കരാർ ചെയ്തിരിക്കെ നിങ്ങൾക്ക് എങ്ങനെയാണ് അള്ളാഹുവിൽ വിശ്വസിക്കാൻ കഴിയാം എന്നുള്ളതാണ്. ഇതില് പിന്നെ വിശ്വാസികളായ നമ്മളുടെ ഏറ്റവും വലിയ ബേസ് എന്ന് പറയുന്നത്, ഏറ്റവും വലിയ ഉത്തരവാദിത്വത്തിൻ്റെ ഒരു തലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാ ദിവസവും അള്ളാഹുവുമായിട്ട് മീസാക്ക് പുതുക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് ഫാത്തിഹയിൽ പറയുന്നത് എന്താണ്? അള്ളാഹുവെ നിന്നോട് മാത്രം, നിന്നെ മാത്രം അനുസരിച്ചുകൊണ്ട് ഞാൻ ജീവിക്കും എന്നുള്ളത് നമ്മൾ 5 നേരം അള്ളാഹിനോട് അത് പുതുക്കിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹ് നമ്മളോട് തിരിച്ച് ചോദിക്കുകയാണ്, ളുഹറിൻ്റെയും അസറിൻ്റെയും ഇടയിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് അള്ളാഹുവിനെ വിശ്വസിക്കാതിരിക്കാൻ കഴിയുക? അവനോട് എങ്ങനെയാണ് നിങ്ങൾക്ക് ത്യാഗം ചെയ്യാതിരിക്കാൻ കഴിയുക? വഖദ് അഖദക്കും മീസാക്കക്കും, നിങ്ങളിൽ നിന്ന് അവൻ എന്ത് ചെയ്തിട്ടില്ലേ? മീസാക്ക് വാങ്ങിയിട്ടില്ലേ? ഇനി നിങ്ങൾ അത്തഹിയാത്തിൽ എന്താ ചെയ്യുന്നത്? അത്തഹിയാത്തിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, നമ്മൾ അതേ മീസാക്ക് എന്ത് ചെയ്യാണ്? പുതുക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. നിങ്ങൾ ഖുർആനിൽ നോക്കിക്കഴിഞ്ഞാൽ ബനു ഇസ്രായേൽ ജനതയെക്കുറിച്ച് സൂറ ബഖറയിലുടനീളം അതിനുശേഷവും അള്ളാഹ് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ പലപ്പോഴും ബനു ഇസ്രായേൽ ഭയങ്കര മോശം ജനതയായിരുന്നു എന്നൊരു തലത്തിൽ നിന്നുള്ളതാണ് വായിക്കുക. അങ്ങനെ വായിക്കാനല്ല അള്ളാഹ് പറയുന്നത്. ആ ബനു ഇസ്രായേൽ എന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തിലെ പരാജയപ്പെട്ട വിശ്വാസികളായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ആ തലങ്ങളിൽ പോകരുത് എന്ന് പറയാനാണ് അത് പറയുന്നത്. അപ്പം അതിൽ അള്ളാഹ് അവരെ കുറിച്ച് പറയുന്ന വിമർശനങ്ങളിൽ ഏറ്റവും വലിയ വിമർശനം അവർ മീസാക്ക് ബ്രേക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. അവരെന്ത് ചെയ്യുന്നു? കരാർ ബ്രേക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. സൂറ ബഖറയിൽ ഇത് അഹദന മീസാക്കും ലാ തസ്ഫിക്കൂന ദിമാഅക്കും, നിങ്ങൾ പിന്നെ എന്ത് ചെയ്തിട്ടില്ലേ? നിങ്ങളോട് ഞാൻ ഉറപ്പ് വാങ്ങിയിട്ടുണ്ട്. എന്തിന്ന്? രക്തം ചിന്തുകയില്ല, സ്വന്തം ആളുകളെ വീട്ടിൽ നിന്നും കുടിയൊഴിപ്പിക്കില്ല എന്ന് നിങ്ങളോട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? മീസാക്ക് വാങ്ങിയിട്ടുണ്ട്. എന്നിട്ട് അള്ളാഹ് പറയാണ്, എന്നിട്ടും നിങ്ങളിതാ സ്വന്തം ജനങ്ങളെ കൊന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നതായിട്ട് കാണാൻ പറ്റും. ഇതാണ് രണ്ടാമത്തെ വിഷയം. വമാലക്കും എന്താണ്? നിങ്ങളെ എന്തുകൊണ്ട് വിശ്വസിക്കുന്നില്ല എന്നതിൻ്റെ ആദ്യത്തെ ലോജിക്ക് എന്താണ്? റബ്ബാണ് നിങ്ങൾ വിശ്വസിക്കാതിരിക്കുന്നത്. രണ്ടാമത്തെ ലോജിക്ക് എന്താണ്? നിങ്ങൾ മീസാക്കാണ് ബ്രേക്ക് ചെയ്യുന്നത്. ഇനി നമ്മൾ ആയത്തിലേക്ക് വന്നാൽ ആയത്തിൻ്റെ അവസാനത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്രയോഗമാണ്. നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാത്ത പ്രയോഗമാണ്. നമ്മുടെ ഇസ്ലാമിനെ കുറിച്ചുള്ള എല്ലാ കൺസെപ്റ്റുകളും പൊളിക്കുന്ന പ്രയോഗമാണ്. അള്ളാഹ് ഇവിടെ വിശ്വസിക്കുന്നില്ല എന്ന് പറയുന്നവരാരാണ്? ഇൻ കുൻതും മുഅ്മിനീൻ, വിശ്വാസികളോടാണ്. ഏതോ വിശ്വസിക്കാത്ത കാഫിറിനോടല്ല പറയുന്നത്, വിശ്വാസികളോടല്ല പറയണം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നത് എന്ത്?
വിശ്വാസം എന്ന് പറയുന്നത് ഒരു നിമിഷത്തിൽ നടക്കുന്ന പരിപാടിൻ്റെ പേരല്ല, നിരന്തരം ഓരോ സന്ദർഭത്തിലും തെളിയിക്കേണ്ടുന്ന ഒന്നാണ് ആയിട്ടാണ് ഖുർആൻ പരിചയപ്പെടുന്നത്. അതുകൊണ്ടാണ് മദീനയിൽ ആ യുദ്ധ സന്ദർഭത്തിൽ ത്യാഗം ചെയ്യാതെ മാറി നിൽക്കുന്നവരോട് അള്ളാഹ് ചോദിക്കുന്നത് എന്താണ്? നിങ്ങൾ എന്തുകൊണ്ട് ത്യാഗം ചെയ്യുന്നില്ല എന്നുള്ളതല്ല, നിങ്ങൾ എന്തുകൊണ്ട് വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അവിടെ വിശ്വാസം കുറഞ്ഞു അപ്പോൾ ഈ ചോദ്യം നമുക്ക് എല്ലാ ദിവസവും നമ്മളോട് ചോദിക്കാവുന്നതാണ്. എല്ലാ ദിവസവും ഇൻ കുൻതും മുഅ്മിനീൻ, ഭയങ്കര മുഅ്മിൻ എന്ന് പറയുന്നത് അങ്ങനെ ആ പദവിയിലല്ല. ഭയങ്കര മുഅ്മിൻ എന്ന് പറയുന്നത് നിരന്തരം വമാലക്കും ലാ തുഅ്മിനൂന ബില്ലാ എന്ന് ചോദ്യം ചോദിക്കേണ്ടുന്ന വിഭാഗമാണ്. ഇനി അടുത്ത പറയുന്ന ലോജിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹുവല്ലദീ യുനസ്സിലു അലാ അബ്ദിഹി ആയാത്തിൻ ബയ്യിനാത്ത്. ഹുവ ആരാണ്? ഹുവ റബ്ബാണ്. ആ റബ്ബ് ആരാണ്? ആ റബ്ബ്? ആ റബ്ബ് എന്ത് ചെയ്യുന്നു? ഹുവല്ലദീ യുനസ്സിലു അലാ അബ്ദിഹി ആയാത്തിൻ ബയ്യിനാത്ത്. അവൻ നിങ്ങൾക്ക് എന്ത് ചെയ്തിരിക്കുന്നു? ഭയങ്കര വ്യക്തമായ ആയത്തുകൾ ഇറക്കി തന്നിരിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് ആയത്തുകൾ ഇറക്കി തന്നത്? നിങ്ങളിങ്ങനെ പ്രത്യേക സമുദായമായിട്ട് നമുക്ക് മാത്രമേ ഖുർആനുള്ളൂ എന്ന് പറയാനല്ല. എന്തിനു വേണ്ടിയിട്ടാണ്? ലിയുഖ്രിജക്കും മിനൽ ളുലുമാത്തി ഇലന്നൂർ എന്നാണ്. നിങ്ങളെ എല്ലാത്തരം ഇരുട്ടുകളിൽ നിന്നും വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആണ് അള്ളാഹു എന്ത് ചെയ്തിട്ടുള്ളത്? ഖുർആൻ അറിയുന്നത്. അപ്പോൾ ഖുർആൻ്റെ തന്നെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യരെ അവരകപ്പെട്ടുള്ള ഇരുട്ടുകളിൽ നിന്നും പുറത്തു പോകണം. ഈ സ്റ്റൈൽ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അള്ളാഹ് പറയുന്നത് ഈമാൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് തന്നെ ഗുണം ചെയ്യുന്നൊരു കാര്യമാണ്. നിങ്ങളെ തന്നെ ഇരുട്ടിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരുന്ന ഒരു പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ പറയുകയാണെന്ത്, ഞാനിതിന് ശരിയാവില്ല, ഞാൻ തയ്യാറാവില്ല എന്ന് പറയുന്നതിൽ എന്ത് ലോജിക്കാണുള്ളത്? നിങ്ങൾ അകപ്പെട്ട ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾ ചെയ്യാനുള്ള ഏറ്റവും വലിയ കാര്യം. അപ്പം അള്ളാഹ് പറയുന്ന ഏതാണ് ആംഗിള്? ആ ആംഗിൾ എന്താണ്? നമുക്ക് ഗുണമാണിത് എന്ന ആംഗിളിൽ നിന്നുകൊണ്ടാണ് അള്ളാഹുവിടെ പറയുന്നത് എന്ന് കാണാൻ പറ്റും. ഇനി ഈ പ്രയോഗം ദുലുമാത്തി, പിന്നെ യുഖ്രിജുഹും ഇല്ല ദുലുമാത്തി ഇലന്നൂർ, പിന്നെ ഇരുട്ടുകളിൽ നിന്നും വെളിച്ചത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ഖുർആൻ്റെ കുറേ പ്രാവശ്യം ഖുർആൻ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രയോഗമാണ്. നമ്മൾ ആലോചിക്കേണ്ടുന്നൊരു വിഷയമാണ്. അതിൻ്റെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാനുള്ള സമയം നമുക്കുള്ളൂ. ഞാനത് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് പോവാം. ഖുർആനിൽ ഇത് നിങ്ങൾ സ്വന്തമായിട്ട് പഠന വിധേയമാക്കേണ്ട ഒരു വിഷയമാണ്. ഖുർആനിൽ നൂറ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ്. നൂറ് വെളിച്ചമാണ്. നൂറുൻ അലാ നൂർ എന്ന് ഖുർആൻ ഉപയോഗിച്ച് നൂറ് വെളിച്ചമാണ്. പല ആംഗിളിൽ നിന്നുകൊണ്ട് അള്ളാഹു അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. നൂറ് എന്ന് പറയുന്നത് ഇരുട്ടിൻ്റെ ഓപ്പോസിറ്റാണ് വെളിച്ചം. ഇരുട്ട് എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും? ഇരുട്ട് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം കാണാൻ പറ്റാത്ത അവസ്ഥയാണ് ഇരുട്ട്. സത്യം കാണാൻ പറ്റാത്ത അവസ്ഥയാണ് ഖുർആനികമായിട്ട് ഇരുട്ട്. നമ്മളൊരു ലൈറ്റ് ഓഫ് ആക്കിയാലുള്ള ഇരുട്ടിനെ കുറിച്ചല്ല പറയുന്നത്. വെളിച്ചത്തിരുന്നാലും ഒരാൾ എന്താവും? ഇരുട്ടിലാവും. സത്യം കാണാൻ പറ്റാത്ത അവസ്ഥയാണ് ഇരുട്ട്. വെളിച്ചം എന്ന് പറയുന്നത് സത്യമാണ്. അള്ളാഹു ആണ് ആത്യന്തികമായ നൂറ്. അള്ളാഹു ആണ് ആത്യന്തികമായ വെളിച്ചം. ആ വെളിച്ചത്തിലേക്ക് നയിക്കാൻ വേണ്ടി അള്ളാഹ് ഭൂമിയിലേക്ക് അയച്ചതാണ് റസൂൽ എന്ന നൂറ്, ഖുർആൻ എന്ന നൂറ്. അങ്ങനെ അള്ളാഹു നമ്മളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി, അള്ളാഹു എന്ന നൂറിനെ കാണാൻ വേണ്ടിയിട്ട്, അവനെ മനസ്സിലാക്കാൻ വേണ്ടി അള്ളാഹു ഒരുക്കിയിട്ടുള്ള സംവിധാനങ്ങളാണ് ബാക്കിയെല്ലാം. ഇത് ക്ലിയർ ആണ്. അതുകൊണ്ടാണ് അള്ളാഹു നൂറ് സമാവാത്തി വല്ലാറുള്ളത് എന്ന് പറയുന്നത്. അള്ളാഹു അല്ലാത്തതൊക്കെ ഇരുട്ടാണ്. അള്ളാഹുവിലേക്ക് എത്തിക്കാത്തതൊക്കെ എന്താണ്? ഇരുട്ടാണ്. ഇതിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കണ്ണും അറിവും വെച്ച് നോക്കിയാൽ കാണുന്നതൊക്കെ ഇരുട്ടാണ് എന്നാണ് ഖുർആൻ പറയുന്നത്. നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ കാണുന്നത് വെളിച്ചമാണെന്നാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അള്ളാഹു കാണിച്ച ആ വെളിച്ചത്തിലൂടെ നോക്കിയിട്ടില്ലെങ്കിൽ കാണുന്നതൊക്കെ ഇരുട്ടാണ് എന്നുള്ളതാണ് ഖുർആൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് എന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതൊരു ഫിസിക്കൽ മൂവ്മെൻ്റ് അല്ല. ഒബ്വിയസ്ലി എന്തല്ല, ഒരു ശാരീരികമായ ചലനമല്ല. നമ്മൾ ഏതോ ഒരു ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് പോകുന്നതിനെ കുറിച്ചല്ല അള്ളാഹ് പറയുന്നത്. എന്തിൻ്റെ ചലനമാണ്? മനസ്സിൻ്റെ ചലനമാണ്. മനസ്സിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഒരു പ്രവൃത്തിയെക്കുറിച്ചാണ് അള്ളാഹ് പറയുന്നത്. എന്ത്? നിങ്ങളെ ഞാൻ ഇരുട്ടുകളിൽ നിന്നും വെളിച്ചത്തിലേക്ക് കൊണ്ടുവരും എന്നുള്ളത്. സത്യം തിരിച്ചറിയാൻ കഴിയാത്ത ഒരവസ്ഥയിൽ നിന്നും തിരിച്ചറിവിൻ്റെ അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നതിനെയാണ് ഇരുട്ടുകളിൽ നിന്നും വെളിച്ചത്തിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത്. ഇതൊരു സിമ്പിൾ പണിയല്ല. ഇതൊരു ചെറിയ ലളിതമായ കാര്യമല്ല. ഇത് നമ്മുടെ മൊത്തം കാഴ്ചപ്പാട് മാറ്റുന്ന ഒരു പ്രവർത്തനത്തിൻ്റെ പേരാണ് ഇത്. നമ്മുടെ എല്ലാം മാറും. ഒരു ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ,
നമ്മളൊരു ജോലി പോയ സന്ദർഭം, ജോലി നമുക്ക് നഷ്ടപ്പെട്ട സന്ദർഭം, നമ്മൾ നോക്കിക്കാണുന്ന ഒരു ആംഗിൾ ഉണ്ട്. നമ്മൾ ആ നോക്കിക്കാണുന്ന ആംഗിൾ അനുസരിച്ചാണ് നമ്മൾ സ്ട്രെസ്സിലാണോ, ദുഃഖിതനാണോ, നമ്മൾ ആത്മഹത്യ ചെയ്യോ, ബാക്കിയുള്ളവർ ദേഷ്യപ്പെടുമോ എന്നൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിൽ നിന്നുകൊണ്ടാണ്? നമ്മുടെ മനസ്സിൽ അതിനെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളതാണ്. അള്ളാഹ് പറയുന്നത് എന്താണ്? നിങ്ങളെ ഈ അകപ്പെട്ട ഇരുട്ടാകുന്ന കാഴ്ചപ്പാടിൽ നിന്നും വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുമ്പം അതിന് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. എന്താണ്? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അള്ളാഹ് തന്ന ജോലിയാണ്, അള്ളാഹ് തന്ന കഴിവിനാൽ അള്ളാഹ് റിസ്ക് തരാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇനിയും കിട്ടും. ഇത് വേറൊരു കാഴ്ചപ്പാടാണ്. ഇതിലേക്ക് കൊണ്ടുവരുന്ന വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, വളരെ അനുഗ്രഹം ഉള്ള ഒരവസ്ഥയെക്കുറിച്ചാണ് അള്ളാഹ് പറയുന്നത്. എന്ത്? നിങ്ങളെ ഇരുട്ടുകളിൽ നിന്നും വെളിച്ചത്തിലേക്ക് കൊണ്ടുപോകും എന്ന് അള്ളാഹ് പറയുന്നത്. അതായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സമാധാനം കിട്ടും, നമുക്ക് ആത്മവിശ്വാസം കിട്ടും, നമുക്ക് ഒരു തരത്തിലുമുള്ള ഒരു ഭയങ്കരമായിട്ടുള്ളൊരു മാനസിക സമ്മർദ്ദം ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കില്ല. ഇതെല്ലാം അനുഭവിക്കുന്നതിൻ്റെ ഒരു കാരണം നമ്മുടെ കാഴ്ചപ്പാടുകൾ ഇപ്പോഴും ഇരുട്ടുകളിലായതുകൊണ്ടാണ് എന്നുള്ള കാണാൻ പറ്റും. ഇരുട്ട് തന്നെ പല ടൈപ്പ് ഉണ്ട്. ഒന്ന് ആശയങ്ങളുടെ ഇരുട്ടുണ്ട്. ആശയങ്ങളുടെ ഇരുട്ട് എന്ന് പറഞ്ഞ ഒരു ഉദാഹരണത്തിന്, ഇന്ന് ലോകത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആശയം ലിബറലിസമാണ്. അതിൻ്റെ സെക്യുലറിസം, അതിൻ്റെ ഒരു ഇരുട്ടാണ്. മതേതരത്വം എന്ന് പറയുന്നത് അത് വേറെ തന്നെ ഇരുട്ടാണ്. ആശയങ്ങൾ തരുന്നൊരു ഇരുട്ടുണ്ട്. അതിനേക്കാൾ നമ്മൾ ബാധിക്കുന്ന ഇരുട്ട് ദേഹേച്ഛയുടെ ഇരുട്ടാണ്. നമ്മുടെ തന്നെ ഡിസയേഴ്സിൻ്റെ, നമ്മുടെ തന്നെ ആഗ്രഹങ്ങൾ കൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഇരുട്ടാണ്. ഇതിൽ പിന്നെ ഈ ഖുർആൻ പറയുന്ന വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം, മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അവൻ ഇരുട്ടിലാണെന്ന് അവന് തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് അവൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്നുള്ളതാണ്. ഒരു കോട്ടുണ്ട്, ഒരാളെ അടിമയാക്കാൻ ഏറ്റവും നല്ലത് അയാൾ അടിമയാണ് എന്ന് അയാൾ അറിയാതിരിക്കലാണ് എന്നുള്ളതാണ്. അടിമയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പുറത്തു പോകാനുള്ള ആഗ്രഹം. ഒരാൾ അടിമയാക്കാൻ ഏറ്റവും നല്ല എന്താണ്? അയാൾ അടിമയാണെന്ന് അയാളോട് പറയാതിരുന്നാൽ മതി എന്നുള്ളതാണ്. ഇരുട്ടിലാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഇരുട്ടേതാ വെളിച്ചേതാ? ഇതാണ് ഖുർആൻ പറയുന്നത്. സൂറ അൻആമിൽ ഇത് ഭയങ്കര സുന്ദരം. ഖുർആന്റെ ഓരോ സുന്ദരമായ നമുക്ക് പിക്ചറൈസ് ചെയ്യാൻ കഴിയുന്ന പ്രയോഗങ്ങളാണ്. സൂറ അൻആമിൽ 122-ാമത്തെ ആയത്തിൽ അവമൻ കാന മൈത്തൻ, ഒരാള് മരിച്ചു കിടക്കുകയാണ്. ഫഅഹ്യൈനാഹു, ഞാൻ എന്ത് ചെയ്തു? അവന് ജീവൻ കൊടുത്തു. വജഅൽനാ ലഹു നൂറൻ, അവന് എന്ത് കൊടുത്തു? വെളിച്ചവും കൊടുത്തു. യംഷി ബിഹി ഫിന്നാസ്, അവൻ എന്ത് ചെയ്യുന്നു? മനുഷ്യരുടെ ഇടയിൽ പോകുന്നു. ആരാണ്? പ്രവാചകനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. മരിച്ചു കിടക്കുന്ന പറഞ്ഞു. മരിച്ചു കിടക്കുന്നത് എന്താണ്? വെളിച്ചമില്ലാത്ത അവസ്ഥയാണ്. അവന് ഞാൻ ജീവൻ കൊടുത്തു. ജീവൻ കൊടുത്തിട്ടും കാര്യമില്ല. എന്ത് കൊടുക്കണം? 100 കൊടുക്കണം. 100 കൊടുത്തിട്ട് അവൻ എന്ത് ചെയ്തു? ഫിന്നാസ് കമൻ മസലഹു ഫിൽ ളുലുമാത്, അവനും ഇരുട്ടിലകപ്പെട്ടവനും ഒരുപോലെയാണോ? ലൈസ ബിഖാരിജിൻ മിൻഹ, ഈ ഇരുട്ടിലകപ്പെട്ടിട്ട് ഒരിക്കലും പുറത്തു കൊടുക്കാൻ ആകാത്ത അവസ്ഥയിലുള്ള ഒരാളും ഒരുപോലെയാണോ എന്ന് അള്ളാഹിന്റെ ചോദ്യങ്ങൾ അയച്ചൊക്കെ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അള്ളാഹു പറയുന്നത്. സൂറ നൂറിൽ 40-ാമത്തെ ആയത്തിൽ കുറച്ചു മുന്നേ ഈ യുക്തിവാദികളിലായിട്ടുള്ള MM അക്ബറിന്റെ സംവാദത്തിൽ വന്നൊരായത്താണ് ഈ ആഴക്കടലിലെ ഇരുട്ട്. ശരിക്ക് സയന്റിഫിക് ആണ്, അതിനേക്കാൾ അതെന്താണ്? ഈ ഒരു കൺസെപ്റ്റ് പറയുന്നതാണ്. അതിൻ്റെ ആദ്യത്തെ ആയത്തുകൾ എന്താ പറയുന്നത്? നൂറുൻ അലാ നൂർ, അള്ളാഹിന്റെ നൂറിനെ കുറിച്ചുള്ള സുന്ദരമായിട്ടുള്ള വിശദീകരണമാണ്. അതിനുശേഷം അതിന്റെ നേരെ ഓപ്പോസിറ്റിനെ കുറിച്ച് പറയുന്നിടത്താണ് എന്ത് പറയുന്നത്? എന്താണ് അള്ളാഹ് പറയുന്നത്? ഔകലുലുമാത്തിൻ ഫീ ബഹർ, ആഴക്കടലിലെ ഇരുട്ട് പോലെയാണ് എന്ത്? ചില ആൾക്കാർ അകപ്പെട്ട ഇരുട്ട്. ലുജിയൻ യഗ്ഷാഹു മൗജുൻ മിൻ ഫൗഖിഹി മൗജുൻ, ഞാൻ എൻ്റെ മലയാളം പറയാം. ആഴക്കടലിലെ ഇരുട്ടുകൾ പോലെയാകുന്നു, തിരമാല അതിനെ പൊതിയുന്നു. ഓക്കെ, അതിനു മീതെ വീണ്ടും തിരമാല, അതിനു മീതെ കാർമേഘം, അങ്ങനെ ഒന്നിനു മീതെ മറ്റൊന്നായി അനേകം ഇരുട്ടുകൾ. ഇതാ അഹ്റജ യദഹു ലം യകദ് യറാഹ, അവന്റെ കൈ പുറത്തേക്ക് നീട്ടിയാൽ അതുപോലും അവൻ എന്ത് ചെയ്യാൻ കഴിയില്ല, കാണാൻ കഴിയില്ല. ഇത് ആഴക്കടലിനെ കുറിച്ചല്ല, ആഴക്കടലിന്റെ അത് വേറെ ഫാക്റ്റാണ്. പക്ഷെ ഇത് പറയുന്നത് എന്തിനെ കുറിച്ചാണ്? മനുഷ്യൻ അകപ്പെടുന്ന ഇരുട്ടിന് മുകളിൽ ഇരുപ്പെട്ട് കൈ നീട്ടിയാൽ പോലും കാണാൻ പറ്റാത്തത്ര അകപ്പെടുന്നതിനെ കുറിച്ചാണ് അള്ളാഹു പറയുന്നത്. എന്നിട്ട് അള്ളാഹ് ലാസ്റ്റ് പറയുന്നത് വമല്ലം യജഅലില്ലാഹു ലഹു നൂറൻ ഫമാ ലഹു മിൻ നൂർ, അള്ളാഹു ആർക്കെങ്കിലും വെളിച്ചം കൊടുക്കണ്ട എന്ന് തീരുമാനിച്ചാൽ പിന്നെ അവൻ എന്ത് ചെയ്യാവില്ല, വെളിച്ചം ഉണ്ടാവുകയില്ല എന്ന് പറയുന്നതായിട്ട് കാണാൻ പറ്റും. ഇനി വെളിച്ചത്തെക്കുറിച്ച് പറയുന്നിടത്ത് ഞാൻ ഈ 100 ളുലുമാത്ത് എന്ന വാക്കുകൾ അന്വേഷിച്ചപ്പം നിരന്തരം അള്ളാഹ് സ്ട്രെസ് ചെയ്യുന്നൊരു പോയിന്റ്, അള്ളാഹ് വെറുതെ ഒരാളെ എന്ത് ചെയ്യൂല,
ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്കാക്കൂല, മനസ്സുകൊണ്ട് അയാൾ തയ്യാറാകണം എന്ന് പറയുന്ന പോയിന്റ് നിരന്തരം സ്ട്രെസ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് പിന്നെ ആയത്തുൽ കുർസി അടങ്ങുന്ന സൂറ ബഖറയിലെ ഭാഗം. ആയത്തുൽ കുർസി എന്താ പറയുന്നത്? ഈ സൂറത്ത് തുടങ്ങിയ പോലെ തന്നെ അള്ളാഹിനെ കുറിച്ചുള്ള അറിവാണ്. അല്ലാഹു ലാ ഇലാഹ ഇല്ല, അള്ളാഹിനെ കുറിച്ചുള്ള അറിവാണ്. സൂറ ഹദീദ് അങ്ങനെയാണ് തുടങ്ങിയത്. എന്നിട്ട് അള്ളാഹ് എന്താ പറയുന്നത്? ലാ ഇക്രാഹ ഫിദ്ദീൻ, എന്തില്ല, നിങ്ങൾ വെളിച്ചത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകൽ ഒരു ബലപ്രയോഗത്തിന്റെ പ്രശ്നമല്ല. ലാ ഇക്രാഹ ഫിദ്ദീൻ ഖദ് തബയ്യന റുഷ്ദു മിനൽ ഗയ്യ്, എന്താണ്, സത്യവും അസത്യമൊക്കെ വളരെ കൃത്യമാണ്. സത്യ അസത്യമൊക്കെ വളരെ കൃത്യമാണ്, അതിലേക്ക് ഫോഴ്സ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഫമൻ യക്ഫിർ ബിത്താഗൂതി വയുമിൻ ബില്ലാ, ആരെങ്കിലും ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്താൽ, ആ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? എന്ത് ചെയ്യണം? താഗൂത്തുകളെ, അള്ളാഹിനെതിരെ നിൽക്കുന്ന എല്ലാ ശക്തികളെയും വെടിഞ്ഞുകൊണ്ട് അള്ളാഹിനെ നിങ്ങൾ വിശ്വസിക്കാൻ നിന്നാൽ ഫഖദ് ഇസ്തംസക ബിൽ ഉർവത്തിൽ വുസ്ഖ, നിങ്ങൾ എന്താണ് പിടിക്കുന്നത്? ബലമുള്ള കയറിലാകുന്നു. എന്നിട്ടാണ് അള്ളാഹ് പറയുന്നത്, അല്ലാഹു വലിയുല്ലദീന ആമനു, അള്ളാഹ് വിശ്വാസികളുടെ വലിയാണ്, രക്ഷാധികാരിയാണ്. യുഖ്രിജുഹും മിനൽ ളുലുമാതി ഇലന്നൂർ, അവൻ എന്ത് ചെയ്യുന്നു? അവരെ ഇരുട്ടുകളിൽ നിന്നും വെളിച്ചത്തിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ ഇരുട്ടുകളിൽ നിന്നും വെളിച്ചത്തിലേക്ക് കൊണ്ടുപോകുന്നതിന്റെ തൊട്ടു മുന്നേ എന്താ പറഞ്ഞത്? ലാ ഇക്റാഹ ഫിദ്ദീൻ, ദീനിൽ ബലപ്രയോഗമില്ല. ആരെങ്കിലും ഇത് ഈമാനിന് വേണ്ടിയിട്ട് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചാൽ, വെളിച്ചത്തിന് വേണ്ടി ആഗ്രഹിച്ചാൽ അള്ളാഹ് എന്ത് ചെയ്യും? അല്ലാഹു വലിയുല്ലദീന ആമനു വല്ലദീന കഫറു ഔലിയാഹു താവൂത്ത്, നിഷേധിക്കുന്ന ആൾക്കാർ ആരെ കൂടെയാണ്? താവൂത്തിന്റെ കൂടെയാണ്. അവരെന്താ ചെയ്യുക? യുഖ്രിജൂനഹും മിനൻ നൂരി ഇലൽ ളുലുമാത്ത്, അവരെന്ത് ചെയ്യുന്നു? വെളിച്ചത്തിൽ നിന്നും ഇരുട്ടുകളിലേക്ക് പറയുന്നു. എന്നിട്ട് ഈ ആയത്ത് നിങ്ങൾ ഇന്ന് പോയിട്ട് പിന്നെ വായിച്ചാൽ ഈ ആയത്തിന് ശേഷം പറയുന്ന 3 ഉദാഹരണങ്ങളാണ്. ഇത് പറയാൻ സമയമില്ല. ആ 3 ഉദാഹരണങ്ങൾ ഒരു അവിശ്വാസത്തിൻ്റെ, ഒരു റോങ് നെഗറ്റീവായിട്ടുള്ള ഉദാഹരണവും 2 പോസിറ്റീവായിട്ടുള്ള ഉദാഹരണമാണ്. ആ 3ഉം ഈ വിഷയമായിട്ടാണ് പറയുന്നത്. ഒന്നാമത് നമ്രൂദിനെ കുറിച്ചാണ് പറയുന്നത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് എന്ത് ചെയ്യുന്നു? നമ്രൂദ് പിന്നെ ആരാണ് ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നത് എന്ന വിഷയത്തിൽ തർക്കിച്ചിട്ട് നമ്രൂദ് പറയണെന്ത്? കാല അന ഉഹീ വ ഉമീദ്, ഞാനും ചെയ്യുന്നുണ്ടല്ലോ, ആൾക്കാരെ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അള്ളാഹ് പറയുന്നത് എന്താണ്? വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ. അതെന്തിൻ്റെ ഉദാഹരണമാണ്? ഇരുട്ടിൽ അകപ്പെട്ടു പോകുമ്പോൾ അങ്ങനെയാണ്, സത്യത്തെ അങ്ങനെയാണ് കാണാൻ പറ്റുക. പിന്നെ പറയുന്നത് 2 പോസിറ്റീവായിട്ടുള്ള ഉദാഹരണങ്ങളാണ്. ഒന്ന് പിന്നെ പേര് പറയാത്തൊരു വ്യക്തിയുടെ ഉദാഹരണമാണ്. അതിനെക്കുറിച്ച് അയാൾക്ക് സത്യം തിരിച്ചറിയുമ്പം അയാൾ പറയുന്നത് ഫലമ്മാ തബയ്യന ലഹു ഖാല അഅലമു അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളയാണ് എല്ലാത്തിനും കഴിവുള്ളവൻ എന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് പറയുന്നത് പോസിറ്റീവ് ഉദാഹരണമാണ്. മൂന്നാമത്തെ ഉദാഹരണം ആരുതാണ്? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അള്ളാഹിനോട് ചോദിക്കും, പഠിച്ചവനെ നീ എങ്ങനെയാണ് ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നതിന് അള്ളാഹ് എന്ത് ചെയ്യാണ്? നൂറിലായിട്ടുള്ള ഒരു വ്യക്തിയുടെ പോസിറ്റീവായിട്ടുള്ള ഇതായിട്ടാണ് പറയുന്നത്. ഇനി പിന്നെ ഈ വിഷയത്തിൽ ഒരു സൂഫി പണ്ഡിതൻ്റെ ഒരു കോട്ട്, വെളിച്ചം ഉപകാരപ്പെടാൻ ഒരു വഴിയേ ഉള്ളൂ, അതിനും നിങ്ങൾക്കും ഇടയിലുള്ള എല്ലാ തടസ്സങ്ങളും നീക്കുക എന്നത് മാത്രമേ ഉള്ളൂ. ഇപ്പം സൂര്യൻ എത്ര പ്രകാശിച്ചാലും അതിനും നമുക്കും ഇടയിലുള്ള തടസ്സം നീക്കണം, നമ്മൾ ചെയ്യണം. ഒരു ഇടം ഇരുട്ടിലാക്കാൻ പല വഴികളുണ്ട്, ഒരു സ്ഥലം ഇരുട്ടാക്കാൻ പല വഴികളുണ്ട്. ഒന്ന് കണ്ണടക്കാം, കണ്ണടച്ചിട്ട് വെളിച്ചം ഇല്ല എന്ന് നമുക്ക് വേണമെങ്കിൽ കരുതാം. 2 എന്തെങ്കിലും മറ ഇടാം. അപ്പോൾ ഇതൊക്കെ നമ്മൾ തന്നെ തയ്യാറാകണം എന്നുള്ളതിൻ്റെ വിഷയമാണ്. അവസാനത്തെ വിഷയം റഊഫും റഹീമുമാണ്. ഇതും കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. അവസാനത്തെ വിഷയം റഊഫും റഹീമാണ്. ഈ 2 ആയത്തുകളുടെയും ഏറ്റവും പെർഫെക്റ്റ് എൻഡിങ് എങ്ങനെയെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ അത് അള്ളാഹിൻ്റെ റഊഫും റഹീമും എന്നുള്ള പേരിടലാണ്. എന്താണ് അള്ളാഹ് ഇതുവരെ പറഞ്ഞത്? ഈമാൻ എന്നത് നമുക്ക് ഉപകാരപ്പെടുന്ന, നമ്മുടെ ജീവിതത്തിന് ഉപകാരപ്പെടുന്ന, നമ്മളെ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്ന ഒന്നാണ്. അത് പറഞ്ഞിട്ട് അള്ളാഹ് അവസാനിപ്പിക്കുന്നത് അള്ളാഹ് ആരാണ്? റഊഫും റഹീമാണ്. റഊഫ് ആരാണ്? എല്ലാ തലത്തിലും നമ്മളെ വിജയിപ്പിക്കാൻ വേണ്ടി നിരന്തരം ആഗ്രഹിക്കുന്ന, എല്ലാ തലത്തിലും നമ്മുടെ എല്ലാ ദൗർബല്യങ്ങളും പരിഗണിച്ചുകൊണ്ട് നമ്മളെ ഈ സ്വർഗത്തിലേക്ക് കൊണ്ടുവരാൻ, അള്ളാഹിൻ്റെ നൂറിലേക്ക് കൊണ്ടുവരാൻ ഉള്ള അള്ളാഹിൻ്റെ സവിശേഷതയാണ് റഊഫ്. റഹ്മത്ത്, റഹീം ആരാണ്? കാരുണ്യത്തോടുകൂടി നമ്മുടെ ദൗർബല്യങ്ങൾ നികത്തുന്ന അള്ളാഹിൻ്റെ ക്യാരക്ടറാണ് റഹീം എന്ന് പറയുന്നത്. അത് വെച്ചിട്ടുണ്ടാണ് എന്ത് ചെയ്യുന്നത്? അള്ളാഹു ഈ ആയത്ത് അവസാനിപ്പിക്കുന്നത് എന്ന് കാണാൻ പറ്റും. റഊഫ് എന്ന് പറയുന്നത് നമ്മൾ വേറെ തന്നെ പഠിക്കേണ്ടുന്ന ഒരു വിഷയമാണ്. ഒരൊറ്റ ആയത്ത് നിങ്ങൾക്ക് പിന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് പറയാം. സൂറ തൗബയിൽ 117ഉം 18ഉം ആയത്തിൽ അള്ളാഹിൻ്റെ റഊഫ് എന്ന് ഉപയോഗിച്ച സ്ഥലം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം തബൂക്ക് യുദ്ധത്തിൽ
3 സഹാബികൾ, കഅബ് ബിൻ മാലിക്, മുറാറ ഇബ്ൻ അൽ റബീഹ്, ഹിലാൽ ബിൻ ഉമയ്യ. നമുക്ക് അവരെ കഥ അറിയാം. എന്താണ് കഥ? പിന്നെ അവർ യുദ്ധത്തിന് പോകണം എന്ന് പറഞ്ഞിട്ട് അവർ ഓരോ ദിവസം നീട്ടി അവസാനം പോകാൻ കഴിയാതെ അങ്ങനെ തിരിച്ചു വന്നപ്പം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തുറന്നു പറഞ്ഞത്, വേറെ ഒരു കാരണവും പറഞ്ഞിട്ടില്ല, തുറന്നു പറഞ്ഞു. അപ്പം അള്ളാഹു കുറച്ച് കാലത്തേക്ക് അവരെന്ത് ചെയ്തു, പിന്നെ അവർക്കുള്ള പരീക്ഷണമായിട്ട്, അവർക്ക് പശ്ചാത്തപിക്കാനുള്ള സമയമായിട്ട് മൊത്തം മുസ്ലിങ്ങൾ അവരോട് സംസാരിക്കാതെ ആകെ കൂടെ പിന്നെ എന്ത് ചെയ്തു, അവർ പിന്നെ ഒറ്റപ്പെട്ട ഒരു അവസരം. അതിൽ അള്ളാഹു അവർക്ക് പുറത്തു കൊടുത്തു എന്ന് പറയുന്ന ആ ആയത്തിൽ അള്ളാഹു ഉപയോഗിച്ച പദം ഇന്നഹു ബിഹിം റഊഫുർ റഹീം എന്നാണ്. ഇന്നഹു ബിഹിം റഊഫുർ റഹീം എന്നുള്ളത്. അപ്പോൾ അവിടെ അതിൻ്റെ ഏറ്റവും പെർഫെക്റ്റ് പിന്നെ യൂസേജ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അള്ളാഹിൻ്റെ വെളിച്ചത്തിലേക്ക് ഇരുട്ടിലായിപ്പോയി, അവർ കുറച്ച് സമയത്തേക്ക് ഇരുട്ടിലായിപ്പോയി. പക്ഷെ അവർ തെറ്റ് ചെയ്യുമ്പോഴും അവരുടെ മനസ്സ് നിരന്തരം അള്ളാഹിൻ്റെ വെളിച്ചമാണ് കൊതിച്ചത്. ആ വെളിച്ചം കൊതിച്ചിരുന്നപ്പം അള്ളാഹിൻ്റെ റഫത്ത് എന്ത് ചെയ്തു, അള്ളാഹു റഊഫ് ആയതുകൊണ്ട് അള്ളാഹു എന്ത് ചെയ്തു, അവർക്ക് പശ്ചാത്തപിച്ച് കൊടുത്തു, അള്ളാഹ് അവർക്ക് പുറത്തു കൊടുത്തു എന്നുള്ളതാണ്. പിന്നെ നമ്മൾ പഠിച്ച വിഷയങ്ങൾ ഒന്ന് ഖുർആൻ്റെ ശൈലിയാണ്. അതിൽ ചോദ്യങ്ങൾ എന്ന ശൈലി നമ്മൾ പഠിച്ചു. ഒരേ വിഷയം തന്നെ വ്യത്യസ്തമായി അവതരിപ്പിക്കുന്നതിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. അതിൽ അള്ളാഹ് ഉപയോഗിച്ച നമ്മളുമായി ബന്ധപ്പെട്ട്, നമ്മുടെ ഗുണമായി ബന്ധപ്പെട്ട് അള്ളാഹ് പറഞ്ഞ ഒരു 3-4 പ്രയോഗങ്ങൾ. ഒന്ന് റബ്ബ് എന്നുള്ള പ്രയോഗമാണ്, മീസാക്ക് എന്നുള്ള പ്രയോഗമാണ്, ദുലുമാത്ത് എന്നാണ്, ഇരുട്ടുകളിൽ നിന്നും വെളിച്ചത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. അവസാനത്തെ എന്താണ്, അർ റഊഫ് എന്നുള്ള അള്ളാഹിൻ്റെ പ്രയോഗമാണ്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ആയത്ത് ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ചെയ്യേണ്ടുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നത്തെ ആയത്തിൽ നിന്ന് നമുക്ക് കിട്ടാവുന്ന ഒരു ടേക്ക് അവേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളോട് തന്നെ ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളതാണ്. നമ്മൾ എന്തുകൊണ്ട് നമുക്ക് ഫുൾ കമ്മിറ്റ്മെൻറ്റ് കഴിയുന്നില്ല, നമ്മൾ തന്നെ ചോദിച്ചിട്ട് കുറച്ചു നേരം ഒന്ന് ആലോചിച്ചു പോകാൻ തന്നെ കുറേ ഉത്തരങ്ങൾ കിട്ടും. ആ ഉത്തരങ്ങളെ കുറച്ചും കൂടി പ്രചോദിപ്പിക്കാൻ നമുക്ക് ആലോചിക്കാവുന്നതാണ്, അള്ളാഹ് റഊഫല്ലേ, അള്ളാഹ് റബ്ബല്ലേ, നമുക്ക് എന്തൊക്കെ അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് എന്നതും കൂടെ അതിനോട് ചേർത്ത് വായിച്ചു കഴിഞ്ഞാൽ ഒരു കണ്ണീരിൽ മാത്രമേ ആ ചോദ്യവും ഉത്തരവും അവസാനിക്കുള്ളൂ. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ചവൻ നമ്മളെ അവനോട് കൂടുതൽ അടുക്കാനും അവൻ്റെ വെളിച്ചം കൂടുതൽ അനുഭവിക്കാനും അവൻ്റെ സാമീപ്യം കൂടുതൽ അനുഭവിക്കാനും കഴിയുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ പെടുത്തി തരുമാറാകട്ടെ. പടച്ചവൻ ഗസയിലെ ജനങ്ങൾക്ക് ആശ്വാസവും ധൈര്യവും ധാരാളം സഹായവും അള്ളാഹു നൽകുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.